ഒരു സാധാരണക്കാരിയായ നിലയിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല മറ്റു സമുദായങ്ങളിൽ നിന്നും 16 വയസ്സിന് മുമ്പ് വിവാഹിതരായ കുട്ടികളുണ്ട്. പിന്നെ ഭരണഘടന പ്രകാരം നമുക്ക് ഏത് മതസ്ഥർക്കും അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ആചാരപ്രകാരം ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും നിയമലംഘനം നടത്തുക എന്നതൊരു സംസ്കാരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നീതിപീഠത്തോലുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അതൊരു അനാദരവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ ഹമീദ് ചേന്നമംഗലം, സാമൂഹ്യമായ ഒരു ആവശ്യമാണ്, അതിനെ സാങ്കേതികമായി എന്തിനു വ്യാഖ്യാനം ചെയ്യുന്നു എന്നാണ് സർക്കാർ ചോദിക്കുന്നത്. സാമൂഹികമായി ആവശ്യമാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആവശ്യമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ 3ാമത്തെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടന്നു. ആ സർവേ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിൽ 20-24 പ്രായത്തിൽ നിൽക്കുന്ന വിവാഹിതരായ സ്ത്രീകളുടെ കൂട്ടത്തിൽ 47% വിവാഹം കഴിച്ചിരിക്കുന്നത് 18 വയസ്സിന് മുമ്പാണ് എന്നാണ്. എന്നുവെച്ചാൽ ഏതാണ്ട് പകുതിയോളം സ്ത്രീകളുടെയും വിവാഹം 20-24 വയസ്സിൽ ഇപ്പോൾ നിൽക്കുന്ന, ആ സർവേ നടക്കുമ്പോൾ നിൽക്കുന്ന സ്ത്രീകളുടെ വിവാഹം നടന്നിരിക്കുന്നത് 18 വയസ്സിന് താഴെയാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് അവധാനപൂർവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ പല സമുദായങ്ങളിലും 18 വയസ്സിന് മുമ്പ് വിവാഹം നടന്നുപോയ കേസുകളുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ ഒതുങ്ങുന്നില്ല. അതുകൊണ്ട് അവരുടെ വിവാഹം റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഇളവ് അനുവദിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഇളവ് അനുവദിക്കുന്നു എന്നും ആ ഇളവ് ബാധകമാകുന്നത് ഒരു പ്രത്യേക ഡേറ്റ് വരെ അങ്ങനെ വിവാഹം ചെയ്തവർക്ക് മാത്രമായിരിക്കുമെന്നും അതിനുശേഷം അങ്ങനെ വിവാഹം ചെയ്താൽ ഈ ഇളവിന് അർഹരായിരിക്കുകയില്ലെന്നും മാത്രവുമല്ല, ഇങ്ങനെ ഒരു നിയമം 2006 ഇവിടെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഉണ്ടാകുന്നത്. ആ ആക്ടിന് ശേഷം ഇവിടെ ആരെങ്കിലും 18 വയസ്സിന് മുമ്പായിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചയച്ചിട്ടുണ്ടെങ്കിൽ, 21 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ അങ്ങനെ പെൺകുട്ടികളെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായ പിഴയെങ്കിലും ഞങ്ങൾ ഉറപ്പാക്കുന്നു എന്നും ഈ സർക്കുലറിൽ പെടുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിവാദം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സർക്കുലർ എന്ന് പറയുന്നത് ഒട്ടും അവധാനതയില്ലാതെ സർക്കാർ പുറപ്പെടുവിച്ച ഒരു സർക്കുലറാണ്. ശ്രീ എൻ രാധാകൃഷ്ണൻ, പക്ഷേ അതിനെ BJP വ്യാഖ്യാനിച്ചത് മറ്റൊരു വലിയ അപകടത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ യോജിക്കുന്നവരാണ്. 2 തവണ പൗരന്മാരെ ഉണ്ടാക്കുന്നു, ന്യൂനപക്ഷ പീഡനമാണ്, വർഗീയത സൃഷ്ടിക്കുന്നു. ഇതിലെന്താണ് അങ്ങനെ? കാരണം പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ഇതുപോലുള്ള 16 വയസ്സിനോട് അടുപ്പിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് പേരുണ്ടെന്ന് അറിയാവുന്നവർക്ക് ഇത് ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അല്ല, ഇതിന് വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും പരിഷ്കരണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്പൂതിരി സമുദായത്തിൽ ഭട്ടതിരിപ്പാടിൻ്റെയൊക്കെ വലിയ പരിഷ്കരണം നടന്നിട്ടുണ്ട്. നായർ സമുദായത്തിൽ പണ്ട് തെരണ്ട് കല്യാണം ഉണ്ടായിരുന്നു, 12ാം വയസ്സിൽ കല്യാണം. ഇതൊക്കെ പല സമുദായങ്ങളിലും നിലനിന്നു. ഈ സമുദായങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പരിഷ്കരണം അവിടെയുള്ള സാമുദായിക പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇതിനൊരു വലിയ പ്രശ്നം, ഇതിന് ഒരു വിലങ്ങായിട്ട് നിന്നിട്ടുള്ളത് മുസ്ലിം ലീഗിലെ സമ്പന്നരായ ആളുകളാണ്. മുസ്ലിം ലീഗിലെ സമ്പന്നരായ ആളുകൾ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ രീതിയിൽ വളരെ ബോധപൂർവമായ ചില നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഞാനിത് കാണുന്നത് വളരെ ഗൗരവത്തിലാണ്. ഇപ്പോൾ ഈ 16 വയസ്സായ പെൺകുട്ടികൾ കല്യാണം നടത്തുന്നു. 16 വയസ്സായ കുട്ടികൾ കല്യാണം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരുടെ പ്രസവം 4-5 കുട്ടികളൊക്കെ ഉണ്ടാകുന്ന പ്രായം ഒരു 10-22 വയസ്സ് വരെ പോകും. അപ്പോൾ ഒരു +2 വരെ അല്ലെങ്കിൽ SLCക്ക് ശേഷമുള്ള വിദ്യാഭ്യാസം മുഴുവൻ മുടങ്ങുകയാണ്. ആ SLCക്ക് ശേഷമുള്ള വിദ്യാഭ്യാസം മുടങ്ങുന്നതെന്ന് പറയുന്നത് ഞാനിതിൽ കാണുന്നത് കേരളത്തിൽ ഏതാണ്ട് 40 ലക്ഷത്തോളം മുസ്ലിം വനിതകളുണ്ട്. ഏതാണ്ട് ഒരു കണക്കെടുത്താൽ ഒരു 23-24% കണക്കെടുത്താൽ ഒരു 40 ലക്ഷത്തോളം മഹിളകളുണ്ട്. അപ്പോൾ ആ 40 ലക്ഷത്തോളം മഹിളകളുടെ പാവപ്പെട്ട ആളുകൾ അവരുടെ ഹെൽത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരുപാട് തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇവിടെ പറഞ്ഞപ്പോൾ ഇത് എന്തുകൊണ്ട് മുസ്ലിമുകൾക്ക് മാത്രമായി? മുസ്ലിങ്ങളുടെ മുസ്ലിം മാരേജ് ആക്ടും മറ്റുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് കില ഡയറക്ടർ ഗവൺമെന്റിലേക്ക് ചോദിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിമുകൾക്കായത്. മറ്റു സമുദായങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് പരിഗണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ വരെ നടന്ന വിവാഹങ്ങൾ മാത്രം എന്ന് പറയാൻ സർക്കാരിന് ബുദ്ധി ഉണ്ടായില്ല? അത് പ്രധാനമാണ്. കാരണം ഇനിയെങ്കിലും ഇതുവരെ നടന്നു, ഇനിയെങ്കിലും അങ്ങനെയുള്ള വിവാഹങ്ങൾ നടക്കാൻ പാടില്ല എന്ന് സർക്കാരിന് ബോധ്യമുണ്ടാകണം, മറ്റാർക്കുമില്ലെങ്കിലും. നടക്കാൻ പാടില്ല എന്ന ബോധ്യം സർക്കാരിനുണ്ട്. സർക്കാർ അത് സംബന്ധിച്ച് സർക്കുലറും കൊടുത്തിട്ടുണ്ട്. ഈ നിയമം 2006 ചൈൽഡ് മാരേജ് ആക്ടിൽ പറയുന്ന, ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ടിൽ പറയുന്നത് പോലെ
18 വയസ്സിന് താഴെ വിവാഹങ്ങൾ നടക്കാതിരിക്കാൻ പഞ്ചായത്തും ശ്രദ്ധിക്കണം. പഞ്ചായത്തിന് അത്രേ പറ്റുള്ളൂ. പഞ്ചായത്ത് നിയമം നടപ്പിലാക്കേണ്ട വേദിയാണ്. മുസ്ലിം ലീഗിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗ് പാർട്ടി 18 വയസ്സിന് താഴെയുള്ള വിവാഹങ്ങളുടെ ഒരു പ്രചാരകരോ അത് നടത്തണമെന്ന് നിർബന്ധമുള്ള പാർട്ടിയോ അല്ല. നടത്തരുത് എന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. നടത്തരുത് എന്ന് നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. 18 വയസ്സിൽ താഴെ വിവാഹം നടക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ടോ? 18 വയസ്സിന് താഴെ വിവാഹം നടക്കാൻ പാടില്ല എന്നല്ല, 18 വയസ്സിന് താഴെ നടത്തരുത് എന്നതാണ്, കഴിയുന്നതും നടത്തരുത് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ഇവിടെ എല്ലാ സമുദായത്തിലും ഇതുപോലെ 18 വയസ്സിന് താഴെയുള്ള വിവാഹം നടക്കുന്നുണ്ടല്ലോ. അത് മുസ്ലിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സർക്കുലർ വരാൻ കാരണം എന്താണ്? ഈ സർക്കുലറിന് ആധാരമായത് അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, ഒരു ക്ലാരിഫിക്കേഷൻ നൽകുകയാണ് ഗവൺമെന്റ് ചെയ്തത്. സാധാരണക്കാരി എന്ന നിലയിൽ എനിക്ക് തോന്നിയത് ഈ നിയമം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിവാഹം ചെയ്യാൻ ഒരു മൗനസമ്മതമായിട്ടാണ് തോന്നിയത്. 16 വയസ്സ് ആയ കുട്ടിക്ക് തന്റെ പ്രൊഫഷൻ പോലും തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും ബോധവും ആയിട്ടില്ല. അപ്പോൾ ആരാണ് തന്റെ പാർട്ട്ണറെ, ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന? മാതാപിതാക്കളാണോ കുട്ടിയാണോ? അത് തന്നെ യുവാക്കളോട് ചോദിക്കൂ, അല്ലാതെ ആരും നിയമം പാസ്സാക്കേണ്ട കാര്യമില്ല. അതിന് ഭാഗമാക്കുന്ന ആൾക്കാരിൽ നിന്നാണ് അത് ശരിയോ തെറ്റോ എന്ന് അറിയേണ്ടത്. തീർച്ചയായും 16 വയസ്സിൽ കല്യാണം കഴിയുവാണെങ്കിൽ 18 വയസ്സായി കഴിയുമ്പോഴേക്കും, പ്രായപൂർത്തിയായി കഴിയുമ്പോഴേക്കും ഈ വിവാഹം സാധുവാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനോ ആ കുട്ടിക്ക്, ആ ലേഡിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ 2-3 വർഷം ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എന്താ ആ കുട്ടിക്ക് എന്താ അതിനൊരു പ്രയോജനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിച്ചു കൊടുക്കുന്നു പറഞ്ഞു, പക്ഷേ ശരിക്കും അവർ ലിവിങ് ടുഗദർ ആണ്, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ലിവിങ് ടുഗദർ ആയിട്ടുള്ള ആൾക്കാർക്ക് രജിസ്ട്രേഷൻ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പോൾ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് 18 വയസ്സെന്നുള്ളത് 21 ആക്കണമെന്നുള്ളതാണ്. എന്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ 21 ഇയേഴ്സ് ആക്കുവാണെങ്കിൽ ശരിക്കും അവർ ഒത്തിരി ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് തോന്നിയിരിക്കുന്നത് 16 വയസ്സെന്നുള്ളത് വിവാഹപ്രായം ആക്കി എന്നുള്ളതാണ് സാധാരണക്കാർക്ക്. ഇപ്പം മുസ്ലിം സമുദായത്തിലേക്ക് പെട്ടെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച ആ കുട്ടി വന്നു. അതിനുശേഷം പിന്നെ ആ കുട്ടി വന്നിട്ടില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടിട്ട് ഇങ്ങനെ കല്യാണം നേരത്തെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അല്ലെങ്കിൽ ആ പഠിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, നിയമം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടിട്ട്. വിവാഹപ്രായം 21 ആ രീതിയിൽ പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായി നേരിടാതെ അത് ആ ബാധിക്കുന്ന സമൂഹം, ഇപ്പോൾ വിവാഹപ്രായം കുറയ്ക്കുന്നതുകൊണ്ടും കൂട്ടുന്നതുകൊണ്ടും പെൺകുട്ടികളെയാണ് ബാധിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് അത് വേണ്ട പ്രകാരം ഇപ്പോൾ ഈ 16 ഇയേഴ്സിൽ 18 ഇയേഴ്സിൽ താഴെ വിവാഹം എല്ലാ കാസ്റ്റിലും നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഭയങ്കര സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാസ്റ്റിലും അപ്പോൾ ഈ സ്പെഷ്യലി ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് എടുത്തു പറയുന്നതിന് പകരം പെൺകുട്ടികളെ കണക്കിലാക്കി ആ ഒരു പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത്. ഇത് കമ്മ്യൂണലായിട്ട് ഇതിനെ കാണേണ്ട ഒരു കാര്യമല്ല. ഈ ഒരു സർക്കുലർ 16 വയസ്സിൽ വിവാഹം നടത്താനുള്ള അനുമതിയൊന്നും അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുപാട് പേർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 16 വയസ്സിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെയാണ് അത് കൂടുതൽ ബാധിക്കുക. ഇപ്പോൾ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ ഉയർന്നു വരുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത്. മുസ്ലിം സമുദായത്തിന്റെ മാത്രം ഇറങ്ങാൻ കാരണം എനിക്ക് തോന്നുന്നത് മുസ്ലിം സംഘടനകളായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രംഗത്തിറങ്ങിയിരുന്നത്. 18 വയസ്സിന് താഴെയുള്ള വിവാഹം മനുഷ്യാവകാശ ലംഘനമാണ്, അത് പ്രാകൃതമാണ്. ഏത് സമുദായം ചെയ്താലും ഈ പറഞ്ഞു വന്നത് വീണ്ടും ഇത് നടന്നതെല്ലാം അത് അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്. ഇത് പ്രാകൃതമാണ്, ഇത് പാടില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യത്തിൽ ഇങ്ങനെ നിയമം ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ നാളെ ചെന്ന് 16 വയസ്സിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ജയിലിടും. ഇവിടെ എന്തുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ വന്നപ്പോൾ അങ്ങനെ ആൾക്കാർ ഒരു അന്വേഷണം വരികയോ ഒരു കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കേസ് എടുക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. ഇതര സമുദായത്തിൽപ്പെട്ട എന്ന് പറയുമ്പോൾ ക്രൈസ്തവരും ഹിന്ദുക്കൾപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും വിവാഹം ചെയ്താൽ ഈ വിവാഹം നിങ്ങൾ സാധൂകരിക്കുന്നുണ്ടോ? ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും എന്തിനാണ് ഇവർ വേർതിരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടെ ഇവിടെ മനുഷ്യരല്ലേ. അങ്ങനെ ചില എക്സെപ്ഷണൽ കേസ് ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സർക്കുലർ എന്ന് പറഞ്ഞാൽ